ഒരേ ജോലി തന്നെ ഒരുപാട് നാൾ ചെയ്താൽ മടുപ്പ് തോന്നുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. പക്ഷേ അങ്ങനെയല്ലാത്ത ചില ആളുകളും നമുക്കിടയിലുണ്ട്. അവർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനവും അവരുടെ ജോലിയുമായിരിക്കും ഏറ്റവും വലുത്. അക്കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാളുടെ കഥയാണിത്. തലശ്ശേരിക്കാരൻ ലക്ഷ്മണേട്ടൻ. 60 വർഷത്തിലേറെ ലക്ഷ്മണേട്ടൻ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനവും നിങ്ങൾക്കറിയാതിരിക്കാൻ വഴിയില്ല. തലശ്ശേരിക്കാരൻ തന്നെയായ ശങ്കരേട്ടൻ സ്ഥാപിച്ച ജെമിനി സർക്കസ്. ലക്ഷ്മണേട്ടനെയും അയാളുടെ 63 വർഷക്കാലത്തെ സർക്കസ് ജീവിതത്തെയും കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കാണാം. ലക്ഷ്മണേട്ടാ, എത്ര വർഷമായി ജെമിനിയിൽ? ജെമിനി എന്ന് പറയുന്നത് ഞാൻ സർക്കസിൽ വന്നിട്ട് 1960 ജെമിനി സർക്കസ് വന്നു. അന്ന് ചെന്നൈയിലായിരുന്നു. അത് ഇല്ല 60 വർഷമായി സർക്കസിൽ? 60 1960 ഇപ്പോൾ 63 അപ്പോൾ 63 വർഷം കഴിഞ്ഞു. അന്നത്തെ സർക്കസും ഇന്നത്തെ സർക്കസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അന്നത്തെ സർക്കസ് അന്ന് ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ കാലത്ത് സർക്കസ് വലിയൊരു കലയായിരുന്നു. ഇന്നും സർക്കസ് വലിയ കല തന്നെയാണ്. പക്ഷെ ആ കാലത്ത് സർക്കസ് മാത്രമേ വലിയ ഉണ്ടായുള്ളൂ. അന്ന് വേറെയുള്ള എൻ്റർടൈൻമെൻറ്റും കുറവാണ്. അന്ന് മൊബൈലോ കാര്യമോ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. സിനിമയൊന്നും അതിനെക്കാളും വലിയൊരു കാര്യമായിരുന്നു. സർക്കസ് ലൈഫ് ഷോ അതുകൊണ്ട് ഭയങ്കര കാര്യം. അന്നുള്ള കലാകാരന്മാരൊന്നും ഇന്ന് കലാകാരന്മാരും വളരെ കുറഞ്ഞു പോയി. ഇന്ന് പുതിയ ആർട്ടിസ്റ്റ് ഇല്ല, വരുന്നില്ല. പുതിയ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ചെറിയ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ പാടില്ല എന്നുള്ള പേരിൽ ആരും ഇല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അനവധിയാണ്. ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൊറാർജി ദേശായി, എല്ലാം അങ്ങനെ പല ആൾക്കാരും. എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളുണ്ടോ ലക്ഷ്മണേട്ടന്? ഇത്രയും 10-60 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ സർക്കസിൽ പ്രഗത്ഭര് വന്നതോ സംസാരിച്ചതോ? അതെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ മൊറാർജി ദേശായി അവരൊക്കെ വന്നിരുന്നത് ഭയങ്കര ഫുൾ ആളാണ്. എവിടെ സ്ഥലം? കൽക്കട്ടയിൽ വെച്ചിട്ട്, അല്ല ഡൽഹിയിൽ വെച്ചിട്ട്. അയാളന്ന് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. അയാൾ വന്നിട്ട് അയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് കുറച്ചാൾ പറഞ്ഞ് ഹിന്ദിയിൽ സംസാരിക്കുന്നു. അയാൾ ഇംഗ്ലീഷ് സംസാരിക്കും. അയാൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയില്ല, ഞാൻ സർക്കസിൻ്റെ ഇതിൽ വന്ന് അവസാനം അയാളുടെ ഭാഷയിലാണ് സംസാരിച്ചത്, ഇംഗ്ലീഷ്. അങ്ങനെ അയാൾ പോയ ഉടനെ ഇവനെ പോലീസ് കൂട്ടി ഈ എതിർത്ത ആളെ. അതാണ് ഒരു ഓർമ്മ അല്ലേ? അങ്ങനെ പല നല്ല നല്ല കാര്യങ്ങൾ. ഇവരിലൊക്കെ വന്ന ആൾക്കാർ തമിഴ് എം ജി രാമചന്ദ്രൻ. അയാൾ വന്നിടത്തും ഭയങ്കര ജനാണ്. അയാളൊരു വലിയ പോപ്പുലർ അല്ലേ ആള്, ഭയങ്കര പോപ്പുലറാണ്, സൂപ്രധാനം. അയാൾ വന്നപ്പോൾ ഇങ്ങനെ അയാൾ വരുമ്പോൾ ആളെ കൂടുതൽ ആൾക്കാർ ആയിരക്കണക്കിന് ആൾ വയ്യ വരുവാണ്. ക്ലൗൺ ആർട്ടിസ്റ്റായിട്ടല്ല, ക്ലൗൺ ആർട്ടിസ്റ്റ് വലിയ പാടാണ്. ക്ലൗൺ എന്ന് പറയുന്നത് വലിയൊരു കലയാണ്. അത് നമ്മളൊരു സബോർഡിനേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ എല്ലാം ആയിട്ട് മാത്രമാണ്. ക്ലൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയൊരു ആർട്ടിസ്റ്റാണ്. അത് കല ഉള്ളിൽ വരേണ്ട, മറ്റുള്ളതൊക്കെ ഫിസിക്കലായിട്ടില്ല. ഇത് ബോധമുള്ള കാര്യം. ഈ കല ഈ ക്ലൗൺ അങ്ങനെയുള്ള ക്ലൗണല്ല. ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടാവുമോ ലക്ഷ്മണേട്ടന്? പേഴ്സണലാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ഈ കൽക്കട്ട വെച്ചിട്ട് പിന്നെ ജ്യോതി വാസു ഇരിക്കുകയായിരുന്നു മുമ്പിൽ, നമ്മുടെ സർക്കസിൽ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. അതൊരു അതിശയമുള്ള കാര്യമാണ്. അത് വെച്ചാൽ വലിയൊരു ലക്കായിരുന്നു അങ്ങനെ ഒന്നും സംഭവിക്കാൻ. ഈ ഇല്ലേ ലൈറ്റിൻ്റെ ബഞ്ചുണ്ട്, വലിയ കുറേ ലൈറ്റുകൾ അതില്ല. അപ്പോൾ നമ്മളെ മുതലാളി ശങ്കരേട്ടൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്, ഞാനും അടുത്തായിട്ട്. അങ്ങനെ ഏതൊരു കുട്ടി ഇങ്ങനെ വന്നിട്ട് അത് അവിടെ ഇരുന്നിരുന്നു. നമ്മളെ ഈ ക്വാർട്ടർ പോൾ എന്ന് പറയും. നമ്മളെ ഈ ഉള്ളിൽ സപ്പോർട്ടിൻ്റെ 4 പോളിൽ അടക്കേണ്ട വേറെ ഉണ്ടല്ലോ റൗണ്ടിലായിട്ട്, അത് സപ്പോർട്ട് ചെയ്യുന്ന ക്വാർട്ടർ പോൾ എന്നാണ് പറയും. 3 സൈഡ് പോള്, ക്വാർട്ടർ പോൾ, കിങ് പോൾ. അതിൻ്റെ ആളെ ഇങ്ങനെ കെട്ടി വെച്ചതായിരുന്നു. ആരും അതങ്ങനെ കഴിഞ്ഞു പോകും. എന്നിട്ട് അത് ഇയാൾ മുമ്പിൽ ഇങ്ങനെ അതന്നെ ആൾ കഴുത്ത് പോയിട്ടുണ്ടാവും. അതൊരു മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഈ 200ഓളം ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നു ഇപ്പൊ. അപ്പോൾ ഈ ഒരു ഫാമിലി പോലെ പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. ഇവരെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും? അത് ഇന്ന് പണ്ടത്തെ പോലെ പണ്ടല്ലോ ഇന്ന് ഫാമിലി ആർട്ടിസ്റ്റ് ആയിരുന്നു അധികവും, ഭാര്യയും ഭർത്താക്കന്മാർ. പണ്ട് അന്ന് ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ്. അന്ന് കുറേ ഗേൾസ് ഉണ്ടായിരുന്നു. അതിന് കമ്പനി വീടെന്ന് പറയും. കമ്പനീനെ ഇങ്ങനെ ഒരു കമ്പൗണ്ടിൽ വെച്ചിട്ട് അതിനെ സംരക്ഷിച്ചും കൊണ്ട് നിർത്തുന്ന ഒരു സർക്കസ് പണ്ട് കാലത്ത്. ഇപ്പോൾ അതില്ല. ഇന്ന് കുട്ടികളില്ല. അതുകൊണ്ട് അധികമൊന്നും ഫാമിലീസേ വരും. പല അന്യ സംസ്ഥാനം, നേപ്പാൾ ആൾ, ഒരു
നേപ്പാളികൾ, പിന്നെ ബംഗാളികൾ, പിന്നെ മറ്റ് പല രാജ്യത്തുള്ള ആൾക്കാരും സംസ്ഥാനത്തിലെ ആൾക്കാരും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇന്നുള്ളത്. മിക്കവാറും അങ്ങനെയുള്ളത്. ഇവിടെയുള്ള സ്ത്രീകളൊക്കെ ഫാമിലീസാണ്. ഇപ്പോൾ അവരായിട്ട് അവരിങ്ങനെ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യും. പണ്ടത്തെ മാതിരിയല്ല ഇന്നുള്ളത്. അതിൽ മാറ്റം തന്നെയുണ്ട് ശരിക്കും പറയാം. ഒരു പ്രോഗ്രാം ചിലപ്പോൾ 10, 22, 23 ഐറ്റം വരും. ടൈം 2 മണിക്കൂർ, 5 മിനിറ്റ്, 2 മണിക്കൂർ, 10 മിനിറ്റ് അങ്ങനെ. ഇപ്പോൾ പെർഫോമൻസ് ചെയ്യുന്ന കൂട്ട് ഇത് സിനിമയല്ല. അവർ ആർട്ടിൽ നല്ലോണം ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ഉണ്ടാകുമ്പോൾ നല്ലോണം ചെയ്യും, ബെസ്റ്റായി ചെയ്യും. കയ്യടി കിട്ടും. അപ്പോൾ അത് കൂടുതൽ ടൈം കൊടുക്കും. അപ്പോൾ ഒരു മാതിരി ആണെങ്കിൽ ഒരു അത്ര ഒരു ഗാംഭീര്യം കാണിക്കാണ്ട് അങ്ങനെ കളിച്ചാൽ പോകും. അങ്ങനെ 2-3 വ്യത്യാസം ഉണ്ടായി. അപ്പൊ ഈ സർക്കസിലെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവര് ശാരീരികമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് അല്ലേ? അതെ. അപ്പൊ ഇവരുടെ ഭക്ഷണ രീതികള്, ഭക്ഷണ രീതികൾക്ക് ശമ്പളം, അവർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്ന് മെസ്സുണ്ട്, അല്ല മെസ്സാ. ആ മെസ്സിൽ അവർക്ക് ആഴ്ചക്ക് ഇത് പിന്നെ ചിക്കൻ ഉണ്ടാവും, മുട്ടയുണ്ടാവും, മത്സ്യം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള അങ്ങനെ. പണ്ട് ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നില്ലേ? ആ ഒരു മെമ്മറീസ് അത് ഭയങ്കര, അത് നമ്മളെ മാതിരിയുള്ള ഈ ജിമിനി സർക്കസും ജംബോ സർക്കസുള്ള അത്ര മൃഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്താണ് ഒരു കാലത്ത് 10, 55, 60 കാട്ടുമൃഗം, സിംഹം, നരി, പുലി, കരടി, ചിമ്പാൻസി, ഗൊറില, ശ്രീലാൻ, സീബ്ര, ഇങ്ങനെ പല മൃഗങ്ങളുണ്ടായിരുന്നു ഒരവസരം. അത് തന്നെ 10, 50 സ്റ്റാഫ്, പിന്നെ 10, 60 സ്റ്റാഫ് അതിനായിട്ട് തന്നെ ഉണ്ടാവും. മാറ്റങ്ങളുണ്ടല്ലോ. ഇനി പുതിയ ജനറേഷൻ വേണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സർക്കസുമായിട്ട് എന്തെങ്കിലും ഇടപെട്ട് കുട്ടികളെ പുതുതായി കൊണ്ടുവന്നാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് മെല്ലെ മെല്ലെ ഡൗൺ ആവും. ഡൗൺ ഫോളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ആർട്ടിസ്റ്റ് ഇല്ലാതെ കൊണ്ട്. ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ആ ആർട്ടിസ്റ്റ് പോകണം. ഈ 65 വർഷം ലക്ഷ്മണേട്ടനെ സർക്കസിൽ പിടിച്ചു നിർത്തി എന്താണ്? അതൊരു ചോദ്യമാണ്.